അയ്യപ്പ, അങ്ങയെ കാണുവാനാ തിരുനടയിലെത്തുവാൻ അടിയൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും സമയമാകുമ്പോൾ സാധ്യമാകുമെന്നുള്ളിലെ സന്തോഷം എന്നോട് ചൊല്ലവേ തിടുക്കം മനസ്സിൽ തിരക്ക് കൂട്ടവേ ഞാൻ ഓർത്തു കുട്ടിക്കാലത്തൻ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് അങ്ങയുടെ പ്രതിഷ്ഠ ആദ്യമായി വന്ന ദിനം. ആഘോഷങ്ങളാൽ അലങ്കൃതമായ അമ്പലനടയിലെ അന്തരീക്ഷത്തിൽ ആയിരങ്ങളാം ഭക്തജന സമൃദ്ധതയിൽ അങ്ങയെ ഒരു നോക്ക് കാണുവാനാ ജനക്കൂട്ടത്തിൽ അവസാനമാം വരിയിൽ ചുറ്റുമതിലിനും അപ്പുറം അങ്ങിൽ നിന്നും അകലെയായി എൻ്റെ കുഞ്ഞു വീട്ടിലെ തിരുമുറ്റത്ത് വിടർന്ന ഭക്തിയുടെ പുഷ്പങ്ങളെ എൻ്റെ ഹൃദയനൂലിഴകളിൽ ഞാൻ കോർത്തെടുത്ത് അങ്ങേയ്ക്കായി ഹാരമൊരുക്കി ഇലയിലെടുത്ത് തൊഴുകയ്യോടെ ഒറ്റയ്ക്ക് നിന്നിരുന്നു. അയ്യപ്പ, അങ്ങേക്ക് ധാരാളം ഒരുക്കങ്ങളും അലങ്കാരങ്ങളും പൂജാദ്രവ്യങ്ങളും നിറഞ്ഞു മനോഹരമായിരുന്നിരിക്കെ അടിയൻ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ആകാശമുല്ല പൂക്കളുടെ ഹാരം അങ്ങേക്ക് അത് എത്രത്തോളം സ്വീകാര്യമായിരിക്കുമെന്ന സന്ദേഹം എന്നിൽ തിരുനടയിലിരിഞ്ഞ ചന്ദനത്തിരിയുടെ പുക പോലെ വ്യാപിച്ചിരുന്നു. എങ്കിലും പ്രഭോ, ആളൊഴിയും നേരം വരെ ഞാനവിടെ ക്ഷമയോടെ ഉള്ളം പ്രാർത്ഥനാനിരതമായി അതിലുമുപരി അങ്ങയുടെ ദിവ്യരൂപം ദർശിക്കുവാനുള്ള തിടുക്കമൊരുക്കിയ ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പുകളോടെ നിലനിന്നിരുന്നു. പതിയെ പ്രതിഷ്ഠാപൂജകൾ കഴിഞ്ഞു തുടങ്ങി. ഉച്ചത്തിൽ മുഴങ്ങിയ മണിനാദങ്ങളുടെ ഒച്ച പതിഞ്ഞ ശബ്ദമായി തുടങ്ങി. സുഗന്ധവാഹിയായ പൂജാദ്രവ്യങ്ങളുടെ പുകമയം നിറഞ്ഞു നിന്ന ശ്രീകോവിലകം തെളിഞ്ഞു തുടങ്ങി. ഗണപതി നടയുടെ അഗ്നിയണഞ്ഞ ഹോമകുണ്ടത്തിനരികിൽ ഞാൻ വന്നു നിന്നു. മന്ദം ആളൊഴിഞ്ഞു തുടങ്ങി. പരിചിതമായ പലരും എന്നെ നോക്കി പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ച മുഖത്തോടെയാണ് ഞാനവിടെ നിന്നിരുന്നതെങ്കിലും എല്ലാവരെയും ഒരേ മുഖത്തോടെയാണ് ദൃശ്യമായതെനിക്ക്. കാരണം എൻ്റെ മനം അതിവേഗം ഓടുകയായിരുന്നു അയ്യപ്പനെ കാണാൻ. അതെ, ആ നിമിഷം വന്നെത്തി. പടിയിറങ്ങി അയ്യപ്പ നടയിലേക്ക് ഞാൻ നടക്കവേ മനസ്സിൻ്റെ വേഗം എൻ്റെ പാദങ്ങൾക്കില്ല എന്ന് തോന്നിപ്പോയി. ഞാൻ ആവും വിധം ശക്തിയിൽ നടന്നെത്തി. സ്വർഗീയാന്തരീക്ഷം തങ്ങിയ ശ്രീകോവിലും ചുറ്റുപാടും വസന്തവും ഒപ്പം സുഗന്ധവും നിറഞ്ഞു പടർന്നു നിന്നിരുന്നു. ഇടഞ്ഞു കത്തുന്ന വിളക്കുകളും ദീപങ്ങളും മന്ത്രം ചൊല്ലുന്നതായി തോന്നിപ്പോയി. ഹാരങ്ങൾ നിറഞ്ഞു ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുമെന്ന നിലയിൽ ഭഗവാന്റെ തിരുരൂപം എനിക്കു കാണാനായി അവിടുത്തെ തിരുമുഖത്താകെ പറ്റിച്ചേർന്നിരുന്ന പുഷ്പങ്ങൾ പതിയെ പിടിവിട്ട് കാൽക്കലേക്ക് ഉതിർന്നു വീണു. ഞാൻ കണ്ടു ഭഗവാന്റെ അനിവേദ്യ രൂപം. പതിയെ എൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി. അതെ, ഞാൻ ആ നിമിഷത്തിൽ അറിയാതെ കരഞ്ഞുപോയി. കണ്ണുനീരെൻ്റെ കവിളുകളിൽ ചാലുവരച്ചു. ഭക്തിയോ സ്നേഹമോ ബഹുമാനമോ എന്തു പറഞ്ഞു ഞാൻ ആ ഭാവം വെളിപ്പെടുത്തുമെന്നതറിയില്ല. അയ്യപ്പ,